നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കേരള നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പെർഫോമൻസ് കണ്ടിരുന്നു. മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ പുള്ളി പ്രകോപിതനാകാറുള്ളത്. സാധാരണഗതിയിൽ അദ്ദേഹം പ്രകോപിതനാകാറുള്ളത് അതിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പരാമർശം വരുമ്പോൾ അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനാകും. മുഖ്യമന്ത്രി തന്നെ വല്ലാതെ എന്ന വാക്ക് അദ്ദേഹം സ്ഥിരം ഉപയോഗിക്കാറുള്ളത്. വല്ലാതെ എന്ന് അദ്ദേഹം എപ്പോഴും പറയും. ഈ സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊന്നും വന്നപ്പോൾ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വല്ലാതെ വയലുണ്ടാവും. പി ടി തോമസിന് ഒരിക്കൽ അദ്ദേഹം പിടിവിട്ട് തോമസ് എന്നൊക്കെ വിളിച്ച് പുള്ളി വളം വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പല പല സന്ദർഭങ്ങൾ ഇന്ന് കണ്ടതാണല്ലോ. രമേശ് ചെന്നിത്തല ഈ നമ്മുടെ കോഴിക്കോട്ടെ സ്കൂൾ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അത് അടിന്ത പ്രമേയത്തിൻ്റെ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഏറ്റവും വിഷമകരമായുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിന്റെ ആ ഒരു സാമൂഹിക അവസ്ഥ തന്നെയാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ നേരത്തെ ചേട്ടൻ പറയുന്നത് പിണറായി എന്ത് പറയുന്നു അതൊക്കെ നമുക്ക് രണ്ടാമത്തെ കാര്യമാണ്. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ കേരളം കടന്നു പോകുന്നത് അത്രയും കഷ്ടം ആയുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഓരോ ദിവസവും ഇപ്പം നമ്മൾ എണീറ്റിട്ട് ഇവിടെ ഇപ്പം റോഡിൽ ഇറങ്ങിയാലും നമുക്ക് വീട് വിട്ടിറങ്ങുമ്പോൾ തന്നെ പേടിയാണ്. ഇപ്പൊ തന്നെ നമുക്ക് പഴയ ഒരു ആളുകളൊക്കെ ഒരുമാതിരി എന്ത് പറയാനാണ്, മൃഗങ്ങളെക്കാളും ഭയങ്കര മാറിയിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ ഞാൻ വന്നപ്പോൾ ഈ സിഗ്നലുകളും ഈ ട്രാഫിക് ബ്ലോക്ക് കഴിയും വരുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ സംയമനം നോക്കുക, ആളുകളൊക്കെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഇപ്പം ഹോണടി മാത്രമല്ല ബഹളം. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം എങ്ങനെയെങ്കിലും വീടെത്തിപ്പെട്ടാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. അത്രയും പേടിച്ചാണ് വരുന്നത്. കാരണം ആളുകളുടെ മനോനില മാറിയിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയും പറഞ്ഞൊരു കാര്യമാണ്, ഇത്രയും പ്രശ്നം കേൾക്കാതെ പറഞ്ഞ കേരളം അസ്വസ്ഥരാണ് എന്ന് പറയേണ്ട അവസ്ഥ ഒന്നും. ഇതൊക്കെ നിയന്ത്രിക്കാനാണ് നമ്മൾ ഓട്ടം കൊടുത്തവരവിടെ ഇരുത്തിക്കുന്നത്, മാൻഡേറ്റ് കൊടുത്തിരുത്തിക്കുന്നത് ജനങ്ങൾ. പക്ഷേ അവരതൊന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ ഈ പണ്ട് കാശ്മീരിലും പഞ്ചാബിലും ഒക്കെ വല്ല തീവ്രവാദ പ്രശ്നം കത്തിക്കുന്ന സമയത്ത് നമ്മളന്ന് പത്രം നോക്കുമ്പോൾ ഇന്ന് ഇത്ര പേർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അന്ന് ഇത്രയും ചാനലുകളില്ലല്ലോ, ഇത്ര കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കാണുന്നത്. ആ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. അവിടെ കൊല്ലുന്നത് തീവ്രവാദികളാണെങ്കിൽ ഇവിടെ കൂട്ടുകാർ അല്ലെങ്കിൽ സഹപ്രവർത്തകന്മാർ, ഭാര്യയും ഭർത്താവും. ഇന്ന് തന്നെ കണ്ടില്ലേ, ഇവിടെ പാലക്കാട് ഉള്ള ഒരാൾ, അദ്ദേഹം കോയമ്പത്തൂരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വെടിയിച്ചു വന്ന് സ്വന്തം വീട്ടിലെത്തി അദ്ദേഹം വെടിയിച്ചു. അതുപോലെ കലഞ്ഞൂരിൽ, നമ്മുടെ പത്തനംതിട്ട കൊല്ലം അതിർത്തിയിലുള്ള കലഞ്ഞൂരിൽ അവിടെ ഒരു ആൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ ഒരു സുഹൃത്തിനെയും അയാളെ വെട്ടിക്കൊന്നു. ഇന്നാണ് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസങ്ങൾ കണക്കെടുത്ത് നോക്കൂ, നിരന്തരമായി ഈ കൊലപാതകമാണ് കേരളത്തിൽ. ഇവിടെ കൊലപാതകം മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇവിടുത്തെ ആളുകളുടെ മനസ്ഥിതിയൊക്കെ മാറി. കാരണം ഇന്ന് തന്നെ ആലോചിച്ചു, ഒരു ഭർത്തൃ വീട്ടിൽ നിന്ന് പീഡനം ഏറ്റിട്ട് ഒരു കുട്ടികളെയും കൊണ്ട്, 2 കുട്ടികളെയും കൊണ്ടാണ് ഒരു ട്രെയിനിന് മുമ്പിൽ ചാടി മരിക്കുന്നത്. എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു. കാരണം നമ്മൾ പലതും കാണാത്തുണ്ട്. കാരണം കുറേ ആത്മഹത്യകൾ നടക്കുന്നുണ്ട് ഇതിനിടെ തന്നെ. അതും എല്ലാവരും ഒരു 18-നും 30-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളടക്കം. കുട്ടികൾ തന്നെ പറയാം, ഒരു കൊച്ചിയിൽ എത്രയും പ്രശസ്തനായ ഡോക്ടർ എന്നല്ല. അതെ, ഇവരൊക്കെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വല്ല അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കേരളത്തിന്റെ മാനസിക നില തന്നെ ആകെപ്പാടെ താറുമാറായിരിക്കുകയാണ്. നമുക്കിപ്പം നമ്മൾ പണ്ടൊക്കെ ആയിരുന്നു പറയുമ്പം, എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിദഗ്ധരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആളുകളുടെ ചിന്താഗതി എല്ലാം ഒരു ഫോണിലേക്ക് ചുരുങ്ങിയതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. നമ്മൾ സാമൂഹികമായിട്ട് വലിയ നടത്തുന്നില്ല, സാമൂഹിക ജീവിതം ഇല്ല. മാത്രമല്ല നമ്മുടെ ലൈഫ് തന്നെ എടുത്ത് നോക്കുക, ഈ നമ്മളായാലും ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരായാലും അവർ ചെയ്യുന്നൊരു കാര്യം, ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ ജോലി ചെയ്യെങ്കിൽ നേരെ വീടും നേരെ ജോലി, ഈ ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഇതുപോലെ ഇതിനിടയിലുള്ള പുറമേയുള്ള കാഴ്ചകളിൽ ഒന്നുമില്ല. പറ്റുമെങ്കിൽ ഈ ഇടയ്ക്കുള്ള സമയം എന്ന് പറയാൻ ഷോർട്സ് കാണാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണാനോ, കാണുന്ന വീഡിയോകളാകട്ടെ എല്ലാം ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് വാർത്താ ചാനലിൽ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം വാർത്താ ചാനലുകളെല്ലാം നിറയുന്നത് ഇത്തരം ക്രൈം വാർത്തകളും ഇതുമൊക്കെയാണ്. അപ്പം നമ്മളെ കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നുള്ളൊരു ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് ഇവിടെ വരുന്ന ഫോണുകളിൽ തന്നെ നമ്മുടെ വാർത്തകൾ എന്നിട്ട് പലരോട് ഫോൺ ചെയ്യാറുണ്ട്. ഇന്ന് രാവിലെ ഒരാളെന്നെ വിളിച്ച് അയാൾ വല്ലാതെ അയാൾ ക്ഷുഭിതനാവുകയാണ്. അയാൾ നമ്മൾ പറയുന്ന കേൾക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. അയാൾക്ക് ഏകപക്ഷെ ഒരു ബഹളം വയ്ക്കണം അയാളുടെ ഇങ്ങോട്ട്. അപ്പം നമ്മൾ ഇവിടെ സാധാരണ പലരും നമ്മുടെ വാർത്ത കണ്ടിട്ട് ചിലർ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയാൻ, അല്ലെങ്കിൽ വിമർശിക്കുക. നമ്മൾ വിമർശിക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരിക്കലും അവരെ തിരിച്ച് ചീത്ത വിളിക്കാൻ ബഹളം വയ്ക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഒന്ന് വാർക്കാൻ പോലും സമ്മതിക്കാതെ നമ്മൾ കൊടുത്ത വാർത്തകളെ കുറിച്ച് അയാൾ ഇങ്ങനെ കണ്ടിന്യൂസ് അയാൾ ബഹളം വയ്ക്കുകയാണ് അയാൾ. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അവർക്ക് ക്ഷമിക്കാൻ, മറ്റവൻ പറയുന്നത് എന്താണെന്നുള്ള കേൾക്കാനുള്ള മനസ്ഥിതി പോലും ഇല്ല. അത് വലിയ കാര്യം തന്നെ. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കാരണം ഇത്തരത്തിലുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുജനങ്ങൾ തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണ്. കാരണം ഇപ്പം പോലീസിനെ കൊണ്ടോ സർക്കാരിനെ കൊണ്ടോ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാവിലെ പരീക്ഷ എഴുതാൻ വേണ്ടി ശിവബാസിന്റെ കൊലയാളികളെ പരീക്ഷ എഴുതി എത്തിച്ചപ്പോൾ അതവിടെ ഒരു സ്ത്രീ വന്ന് നമ്മൾ കണ്ടതാണ്, വണ്ടിയിൽ വന്നിട്ട് അടിച്ചു തന്നെ വളർത്തണമെന്ന് പറഞ്ഞു. കാരണം അവര് പറഞ്ഞ കാര്യം തന്നെ വ്യക്തമാണ്. ആ വീഡിയോ കണ്ടിട്ട് ന്യൂസ് കണ്ടിട്ട് അവർക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല മനസമാധാനത്തോടെ. കാരണം ഏതിലേക്കാണ് പോകുന്നത്? നമുക്കിപ്പോൾ ആരടുത്ത് പറയാൻ പറ്റും ഈ കാര്യങ്ങൾ?
ഇപ്പം ചോദിക്കേണ്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിക്കാൻ പാടില്ല, ചീഫ് മിനിസ്റ്റർ വിളിക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ ഇത് ആരടുത്താണ് പറയേണ്ടത്? ആഭ്യന്തരം വഹിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തോടല്ലാതെ വേറെ ആരടുത്താണ് ഈ കാര്യം? 9 വർഷം കൊണ്ട് അദ്ദേഹം ആഭ്യന്തരം വഹിക്കുകയാണെന്ന് നമ്മൾ വേറെ ആർക്കും കൊടുക്കാതെ. കാരണം തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കണം. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡ്രഗ്സ് കൊണ്ട് ഇപ്പൊ ലഹരി മൂത്ത് നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ യുവജനത. പോലീസിനെ വരെ കൈകാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടതാണ്. പെൺകുട്ടി പരസ്യമായിട്ട് അവരെ അടിക്കുന്നു, പോലീസുകാരെ വെല്ലുവിളിക്കുന്നു, 16 വയസ്സുകാരെ തൂക്കിയെടുത്ത് അടിക്കുന്നു. ഇന്ന് ആർക്കും ഇവിടുത്തെ ഇപ്പൊ ഈ ഷഹബാസിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് വരെ നിയമം അറിയുന്നത്. കാരണം എന്നെ ഒന്നും ചെയ്യാൻ പോകില്ല, ഗ്രീഷ്മ പറഞ്ഞ പോലെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. ഇപ്പം കൂട്ടത്തോടെ തല്ലിയാണ്, കേസൊന്നും വരാൻ പോകുന്നില്ല, എനിക്ക് 18 വയസ്സിന് താഴെയുള്ളൂ പ്രായം, അങ്ങനെയൊക്കെ പറയുന്ന ലെവലിലേക്ക് ആൾ. കാരണം ക്രൈമാണ് അവർക്ക് എന്തും. ഇപ്പൊ ഇതൊക്കെ സുലഭമാണ്. ചോര കണ്ട് അറപ്പ് മാറി എന്ന് പണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ അതാണ്, എന്ത് വേണമെങ്കിലും ചെയ്തു കളയാം. അവർക്ക് ആദ്യം ഇപ്പം ചെയ്തതിന് ശേഷമാണ് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. കാരണം അതിന്റെ ഏറ്റവും വലിയ നമ്മൾ പണ്ട് ലൂസ് ടോക്കിൽ പറഞ്ഞിട്ടൊരു കാര്യമാണ് ഈ ഒരു നവകേരള ബസ്സുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി പറയപ്പോഴും നമ്മൾ മുന്നറിയിപ്പ് നൽകിയതാണ് കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണെന്ന്. ഇതൊക്കെ കണ്ടാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ പഠിക്കുന്നത്. തലയിലും അടിച്ച് വലിയ ചുവരിലുണ്ടെന്ന് അടിച്ച് സമ്മതിയാക്കിയതിന് ശേഷം പറയാണ് ഇതൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അല്ല, ഇത് നമ്മൾ കേരളം പോലെ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം തന്നെയാണ് കേരളം. ഏറ്റവും എന്താണ്, നമ്മൾ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളാണ്. നമ്മൾ കേരളത്തിലും ബംഗാളിലാണ് ഇന്ത്യയിൽ ബുദ്ധിജീവികളുള്ളതെന്നാണ് പല സിനിമകളും ശ്രീനിവാസൻ പറയാറുള്ളത്. അപ്പോൾ അതുപോലെ അങ്ങനെ ഒന്നും അല്ലെന്ന് മനസ്സിലാവും. വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലെന്ന് മനസ്സിലായില്ല, മനുഷ്യത്വം ഇല്ല. ഇതൊക്കെ തന്നെ നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസ കാര്യങ്ങളും നമ്മൾ നേടിയ അറിവുകൾ മോശം കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. സംശയരോഗമാണ്. കുടുംബ ബന്ധങ്ങളില്ല. ഇന്ന് നടന്ന ഈ കൊലപാതകങ്ങളിലൊക്കെ പിന്നിൽ സംശയരോഗമാണ്. ഈ കോയമ്പത്തൂരിൽ പോയി ഭാര്യയെ വെടി വന്നിട്ട് തിരിച്ച് വീട്ടിൽ സ്വയം വെടിവെച്ച് മരിച്ച ആൾ, അതല്ലെങ്കിൽ ഭാര്യ അവരുടെ സുഹൃത്തിനെയൊക്കെ കൊന്ന ആളും, ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഈ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കാൻ വേറെ ഒരുപാട് നിയമവും കോടതിയും പോലീസും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നിയമം കൈയെടുക്കാനാണ് ജനം. ഇവിടുത്തെ ആളുകൾക്ക് നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ പ്രവർത്തികളിൽ പോകുന്നത്. കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അടി കിട്ടും, പോലീസിന്റെ അടി കിട്ടാനുള്ള പേടി കാരണം ചിലപ്പോൾ ഒന്നും ചെയ്യില്ല. നമ്മൾ വീട്ടുകാരൊക്കെ പണ്ടൊക്കെ നമ്മളൊക്കെ വളർന്നത് അറിയാലോ, പിന്നെ 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറിയില്ലെങ്കിൽ അടി കിട്ടും, ആ രീതിയിലൊക്കെ ആയിരുന്നു വളർത്തിയത്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ ന്യൂജന്റെ കണക്ക് ചിന്തിക്കണമെങ്കിൽ അങ്ങനെ അടിച്ചു വളർത്താൻ പാടില്ല. പക്ഷെ അതിന് വേറൊരു സത്യാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രൈം റേറ്റുകളൊന്നും പോലെ ഞാൻ ഇപ്പം എല്ലാവരും ചിലപ്പോൾ പറയായിരിക്കും പഴഞ്ചനായിപ്പോ അല്ലെങ്കിൽ തന്തവീഭാണെന്നൊക്കെ ചിലപ്പോൾ പറയും. പക്ഷെ അതായത് യാഥാർത്ഥ്യമായിരുന്നു. കാരണം ആ ഒരു പേടിയെങ്കിലും ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ഒതുങ്ങിയെങ്കിൽ നമ്മൾ നിൽക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയല്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. അവർ ലോകത്തെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതൊന്നും ആരെയും ആലോചിക്കാതിരിക്കും. മുമ്പൊരിക്കല് പിന്നെ ഞങ്ങളൊരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളിനെ അവർക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വർഷം കുമ്പാണ് അദ്ദേഹം പറഞ്ഞ പണ്ടത്തെ കാലത്ത് ഒരു 100 പേര് വരുന്ന ഒരു മോബിനെ നേരിടാൻ ഒരു പോലീസുകാരൻ മതി. അവൻ ലാത്തി കൊണ്ട് വരുന്നുണ്ട് എല്ലാവരും ഓടിക്കോളും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എത്ര പേര് വന്നാലും ഇവരെങ്ങനെ നേരിടും എന്നുള്ള ചോദ്യമുണ്ട്. കാര്യം യവന്മാരയിൽ എന്താണ് ആയതുള്ളതെന്ന് അറിയാം. ഇവരെങ്കിലും ലാത്തിയെ കാണുള്ളൂ. അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് സ്വബോധം എന്ന് പറയുന്ന സംഭവം വേണ്ട. ഇതിൽ പകുതിയിലേറെ പേര് ചിലപ്പോൾ അവരുടെ കൃത്രിമ ബോധം ഇപ്പം എന്തെങ്കിലും കഴിച്ച് ആ ഒരു ലഹരിയിലായിരിക്കും നിൽക്കുന്നത്. അതിന് ലഹരി ഉപയോഗിക്കപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ അവർ ആക്റ്റീവോ ആർജവം കാണിക്കും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മദ്യം ഒരു പരിധി കഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ അവർ ബോധം കെട്ട് പോവുകയുള്ളൂ. മറ്റേ ലഹരി വസ്തുക്കൾ അതാണ്. അപ്പൊ അവർ കുറച്ചുകൂടെ എക്സെൻട്രിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. അവർ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. അപ്പൊ അതാണ് അവരുടെ ആ ഒരു ഇത് തീർക്കാൻ വേണ്ടി സാധാരണക്കാരെന്നോ അല്ലെ പോലീസുകാരെന്നോ നോക്കല്ല. അതിന്റെ ഉദാഹരണം കണ്ട കൊച്ചിയിൽ കണ്ട ആ നടുരാത്രിയിലായിരുന്നു ആ കുട്ടി വന്നിട്ട് അവിടെ കിടന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്ന, അവിടെയൊക്കെ തല്ലി തകർത്തത് അസഭ്യ വർഷമായിരുന്നു അവിടെ നടന്നത്. അതൊരു നമ്മളെ കോട്ടയത്തിന് ആ സ്ത്രീയും അവർ 2 പെൺമക്കളും മരിച്ചത് അത്ര ഭീകരമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എന്തുമാത്രം ശൈഥില്യം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണത്. കഷ്ടമാണ് ആ സ്ത്രീയുടെ കാര്യം. നമ്മളാക്കി 2 പെൺകുട്ടികളെ കൊണ്ട് ട്രെയിൻ രൂപ ചാടി മരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണിത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ഒരാൾ ഫോൺ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് കഴിഞ്ഞ 2 ദിവസം അദ്ദേഹം ഉറങ്ങിയില്ല എന്നാണ് പറഞ്ഞൊരു മനുഷ്യൻ പറഞ്ഞത്. കാരണം ആ മനസ്സമാനം നഷ്ടപ്പെടുന്ന കാര്യം. എനിക്ക് അദ്ദേഹത്തിന് പെമ്മക്കളുണ്ടെന്ന് അദ്ദേഹം ആയിരിക്കും അവർ. പക്ഷേ അദ്ദേഹം എനിക്ക് കണ്ടെനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെള്ള ചൂണ്ടുന്നത് ഇവിടെ സർക്കാർ ഒരു കാര്യം നോക്കുന്നില്ലെന്ന് മനസ്സിലായില്ലേ. ആൾ നിയമം കയ്യിലെടുക്കുക നമ്മൾ പണ്ട് പറയും. ശരിക്കും നിയമം കയ്യിലെടുത്തു. ആ അവസ്ഥ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിയമം കയ്യിലെടുത്ത് തന്നെയാണ് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുവാക്കൾക്കായാലും യുവതികൾക്കായാലും സ്വാഭാവികമാണ്. നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ രാവിലെ തന്നെ നോക്കാം. അവരിപ്പോൾ പത്രം വായിക്കുകയോ ഇല്ലയോ, അല്ലെങ്കിൽ രാവിലെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇത്തരത്തിലുള്ള നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തുള്ള കൊലപാതക കുറ്റങ്ങൾ, അങ്ങനെയുള്ള വാർത്തകൾ, ക്രൈം അപ്പം തന്നെ വരുന്നുണ്ട്. മൊബൈൽ എടുക്കുകയാണെങ്കിൽ ഷോർട്സ് എല്ലാം അങ്ങനെ തന്നെ. ഇപ്പോൾ ഇവർ കോളേജിലേക്ക് പോകണമെന്ന് വിചാരിച്ചു. കോളേജിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാരും
ഇങ്ങനത്തെ ഉപദേശങ്ങൾ നൽകിയൊന്നും അല്ല. അവരും ആക്രമണ വഴിയാണ് SFI ആയാലും KCL അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കയ്യൂക്ക് കൊണ്ടേ അവർക്ക് ആളെ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ രീതി. ഇത് കഴിഞ്ഞപ്പോൾ നേരെ സിനിമയ്ക്ക് പോകുന്നത് വെച്ചാൽ സിനിമയിൽ കാണിക്കുന്നത് ഇങ്ങനത്തെ രീതിയിലുള്ള അതിഭീകരമായിട്ടുള്ള കാര്യം. വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്യുമ്പോൾ അവർ അവരുടെ അപ്പം തുടങ്ങും, അവരുടെ അഭിപ്രായവും സ്വാതന്ത്ര്യവും ഒക്കെ കുറിച്ച് അവർ വീട്ടുകാരായിട്ട് കൊമ്പ് ഓർക്കും. അപ്പൊ ഇവര് നേരിടുന്ന ഇപ്പൊ എല്ലാം ആ രീതിയിൽ, കാരണം അവിടെ വാക്കുകൾക്ക് വിലയില്ല, ആയുധം എടുത്താലേ അവിടെ കാര്യം നടക്കുന്ന ചിന്തയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതൊക്കെ കോമൺ ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെ പഠിക്കുന്ന സമയത്ത് ക്യാമ്പസുകളിൽ അന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ തമ്മിൽ നേതാക്കളെ കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു ശ്രദ്ധിച്ചായിരുന്നു, കുറേ വർഷങ്ങൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, അപൂർവമാണ്, കുറച്ചേ ഉള്ളൂ. ഇപ്പം നമ്മൾ അഭിമന്യുവിൻ്റെ അതല്ലെങ്കിൽ മറ്റേ ഇടുക്കി കോളേജിൽ ഒരു SFI നേതാവ് കൊല്ലപ്പെട്ടത് പോലെ വളരെ അപൂർവ സംഭവങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനും കൂടെ ചേർത്ത് ഈ ക്യാമ്പസുകളിൽ മനുഷ്യനെ കൊല്ലുന്നു, കൊല്ലുന്നു, ഇതുപോലെ തല്ലി മൃതപ്രായനാക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ കുടുംബങ്ങളിലോ എല്ലാം കണ്ടില്ലേ? ഈ കുടുംബങ്ങളിൽ ഇത്രയും ഭീകരമായ രീതിയിൽ ആൾ വെട്ടിയും കുത്തിയൊക്കെ സ്വന്തം ഭാര്യ മക്കളെയൊക്കെ കൊല്ലുക എന്ന് പറയുമ്പോഴേ, ഒരാൾ അയാളെ ഭാര്യ മക്കളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും ഒക്കെ കൊല്ലാൻ ഒരു മനസ്സ് വരുമ്പോഴേ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ എന്തൊരു മാനസികാവസ്ഥയായിരിക്കുമെന്ന്. നോർമൽ മനസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല. കുറേ നമ്മൾ പറഞ്ഞല്ലോ മയക്കുമരുന്നായിരിക്കാം, പക്ഷേ ഈ മുതിർന്നവർ പലരും അത്ര മയക്കുമരുന്നായിരിക്കണമെന്നില്ല ചിലപ്പം. അവരൊക്കെ ഈ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കോവിഡ് കഴിഞ്ഞ ആ കാലഘട്ടമുണ്ടല്ലോ, കോവിഡ് കഴിഞ്ഞതോടുകൂടി മനുഷ്യൻ്റെ നമ്മുടെ മൊത്തം ലോകക്രമം മാറിപ്പോകുന്ന സംശയമുണ്ട്. ആളുടെ ചിന്തയും ധാരണകളും കോവിഡ് മാറിയോണ്ട് കുറേ കാര്യങ്ങളിൽ ഒരു നല്ല കാര്യം വന്നിട്ടുണ്ട്. നമ്മൾ ചിലവൊരുക്കി കാര്യങ്ങൾ കല്യാണം നടത്തുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ അന്ന് സംഭവിച്ചത് പിന്നീട് പലരും തുടർന്നു. പക്ഷേ അത് അന്ന് ആ കാലത്തുണ്ടായ മറ്റു പല സംഘങ്ങളും എനിക്ക് തോന്നുന്നു നമ്മൾ കഴിച്ച മരുന്നുകൾ അങ്ങനെ ഇനി അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ, പ്രതിരോധ മരുന്നുകൾ. മനുഷ്യൻ ഇങ്ങനെ നിന്നാലേ വയലൻ്റ് ആവുക എന്ന് പറഞ്ഞാലേ ഒരു രക്ഷയില്ലാത്ത രീതിയിലല്ലേ ഇത്? അല്ല, എല്ലായിടത്തും ലഹരിയാണല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് മാറണം. മാത്രമല്ല ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട, നമ്മുടെ സർക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ഇതിന് ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇപ്പോഴും കാണുന്നതൊന്നും അല്ല, ഇതിനെക്കാട്ടി രൂക്ഷമായൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ 1900 90s കിഡ് അല്ലെങ്കിൽ 2000 ഉള്ളവരായിരിക്കും നമ്മളെ ആ ഒരാളവരാണ് ഈ ലെവലിൽ വന്നത്. ഇപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടികൾ, ഇതിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ കാണുന്നത് മൊബൈൽ ലോകത്താണ്. അവരൊക്കെ കാണുന്നത് മൊബൈലിലൂടെയുള്ള മാത്രമാണ്. അപ്പം ആ രീതിയിലേക്ക് ഇത്രയും വലിയ ക്രൈം വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ, വിദ്യാഭ്യാസം നമുക്കറിയാം ഇപ്പോഴും 10-20 വർഷം മുമ്പുള്ള സിലബസ് പഠിപ്പിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി അപ്പോൾ അവർ ലൈഫ് സ്കിൽസ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ നമ്മൾ എത്ര കുട്ടികൾക്കറിയാം ഇവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യാൻ, ഒരു വണ്ടി പഞ്ചറായി അതിൻ്റെ ടയർ മാറ്റിയിട്ട് എത്ര പിള്ളേർക്കറിയാം? ഇതൊന്നും കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇവരൊക്കെ പഠിക്കുന്ന അടിതടയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഈ നമ്മളെ കലാലയങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് അതൊക്കെയാണ്. ഇവിടെ നമ്മൾ ഈ തറാപറ അല്ലെങ്കിൽ A4 ആപ്പിൾ B4 ബോൾ അതൊക്കെ കാലം കഴിഞ്ഞു. ഇവിടെ ജീവിക്കുന്ന നിലവിൽ അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. നമുക്ക് കൗൺസിൽ ഇപ്പം ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. എങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറെ കാലങ്ങൾ അവിടെ പഠിച്ച് ജയിക്കുക, എത്താൻ പോകുന്നത് ഒരു ജോലി, അവിടെ ഒരു യന്ത്രമായിട്ട് നിൽക്കുക. നമ്മൾ ജീവിതത്തെ കുറിച്ച് പഠിക്കണ്ടേ, ആളുകളോടത്ത് എങ്ങനെ ഇടപെടണം, അല്ലെങ്കിൽ ഒരാളെ കണ്ടാൽ എങ്ങനെ ചിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഇതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ ഇത് ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ തന്നെ, ഈ ഒരു ഫോർമാറ്റിലൂടെ വരുമ്പോഴാണ് ആൾക്കാർക്ക് സ്ട്രെസ് കയറി അവരെ ചെയ്ത് കൂട്ടണം ഓരോ കാര്യങ്ങളൊക്കെ. അല്ല, ഞാൻ പറയാറില്ല സാർ, നമ്മൾ പലപ്പോഴും ന്യൂസ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ തലമുറയും പുതിയ തലമുറ തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ നേരിട്ട് സംസാരിക്കും, ഫോണിൽ സംസാരിക്കും. ഇപ്പം മെസ്സേജ് അയപ്പേ ഉള്ളൂ. എല്ലാവർക്കും പ്രൈവസി മെസ്സേജാണ് അയക്കുന്നത്. എന്ത് കാര്യത്തിൽ നമുക്ക് തന്നെ പലപ്പോഴും നമ്മളേതെങ്കിലുമൊക്കെ നമ്മുടെ സഹപ്രവർത്തകരും അല്ലെങ്കിൽ നമ്മുടെ പഴയ സഹപ്രവർത്തകർ മെസ്സേജ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കില്ല. നമ്മളൊന്ന് തിരക്കൊഴിഞ്ഞാൽ ആയിരിക്കും നോക്കുന്നത്. അപ്പോഴേ കാരണം എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഒന്ന് വിളിച്ച് പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം അപ്പോൾ സംസാരിക്കാൻ അറിയില്ല, കമ്മ്യൂണിക്കേറ്റ് അറിയില്ല എന്നുള്ള പ്രശ്നം. പുതിയ തലമുറയിൽ പലപ്പോഴും നമ്മൾ മാധ്യമ സ്ഥാനങ്ങളിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ചർച്ചയ്ക്ക് ഒരു പ്രമുഖനെ ഒന്ന് ഫോണിൽ വിളിക്കണമെന്ന് ഒരു നമ്പർ എടുത്ത് കൊടുത്തിട്ട് ജൂനിയർ ബാച്ചിലുള്ള കുട്ടികളോടത്ത് അയാളൊന്ന് വിളിച്ചിട്ട് ചർച്ചയ്ക്കൊന്ന് വരാമോ, അതല്ലെങ്കിൽ ഫോണിൽ പ്രതികരിക്കാമോ എന്ന് ചോദിച്ചു നോക്ക്. എത്ര പേര് തയ്യാറാവുന്നതിന്? അല്ല, നിങ്ങൾ വിളിക്കാൻ പറയുള്ളൂ, ഞങ്ങൾ സാധിക്കില്ല എന്നവർ പറയും. ഇത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീരെ ചെറുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള അവസ്ഥ വന്നു പോയാൽ പിന്നീട് വലുതാകുമ്പോഴത്തേക്ക് ഇവർ ഇതിനേക്കാളും ഭീകരമായ ഒരു ഭയങ്കര ഒരു ഉൾവലിഞ്ഞ സ്വഭാവക്കാരാവും. അതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞ് അതിനെ ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന് നാണം കുടുങ്ങി നിൽക്കാതെ പോയി പറയണമെന്നൊക്കെ പറയുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതായത് അതിനെ ഒരു ആക്ഷേപമായിട്ട് കാണും. പക്ഷേ ഇപ്പോൾ ഇതിന് ഞാനൊരു ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ, ഞാൻ അധികം സംസാരിക്കില്ല, അതുകൊണ്ട് ഞാൻ സ്വയം ഒരു ഇൻ്റലക്ച്വൽ ആണ് എന്ന് സ്വയം കരുതി അല്ലെങ്കിൽ അതിനെ ആഘോഷിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലും റീലിലും ഒക്കെ കാണുന്ന ആ രീതിയിലേക്കാണ്. ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതുകൊണ്ട് കുറച്ചുകൂടെ
ആള് കേമനാണെന്നുള്ള രീതിയിൽ അതിനെ സ്വയമായി ആഘോഷിക്കുകയാണ്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അവർ ഇൻട്രോവേർട്ടുകൾ ആവണേലും കുഴപ്പമില്ല, കാരണം മാനസിക വ്യാപാരങ്ങൾ അത്രത്തോളം ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കോമണായി കാണുന്ന ചില ആളുണ്ടല്ലോ, അവരെങ്ങനെ ആഘോഷിക്കപ്പെട്ട അവർ വലിയ താരം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അവന്മാർ പിന്നെ ഭേദമാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ മിണ്ടായിരിക്കണതിനെ കണക്ക്. അവർ വിളിച്ചു പറഞ്ഞ ശുദ്ധ വേറെക്കാടായിരിക്കാം, അല്ലെങ്കിൽ പൊട്ടത്തനായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അവന്മാർ പോലും പിന്നെ ഭേദമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മിണ്ടായിരിക്കുന്ന കക്ഷികളെക്കാളും. അതുപോലെ കുടുംബങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, ആരും പരസ്പരം നേരെ സംസാരിക്കുന്നില്ല. അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. പണ്ട് നമ്മളെ കാലത്ത് നമ്മൾ വൈകിട്ട് എന്തായാലും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മയൊക്കെ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കും, അടുത്ത കാര്യം നമ്മൾ അധ്യാപകരെടുത്ത് അവർ കാര്യങ്ങൾ തിരക്കാറുണ്ട്, അവർ കാണുമ്പോൾ വിശേഷമൊക്കെ പറയും. ഒരു സാമൂഹ്യ ജീവിതം നമുക്കുണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഇന്നും ഇന്നലെ നടന്ന ഈ കൊലപാതകങ്ങളിൽ മരിച്ചവരും കൊന്നവരും ഒക്കെ തന്നെ ഒരു 50 താഴെ പ്രായമുള്ളവരാണ്. ചില 40-ഉള്ളവർ, ചില 30-ഉള്ളവർ. ഏറ്റവും കൂടുതലുള്ള എനിക്ക് തോന്നുന്നു 20-30 ഇടയിലുള്ളവരാണ് നടത്തിയത്. ഇരകളായിപ്പെട്ടവരാണ് എനിക്ക് തോന്നുന്നു ഈ 40-50 ആ ഒരു വയസ്സിലുള്ള ആ ഒരു ഇത്. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കോമൺ ആയി കഴിഞ്ഞു. ഇത് ആൾക്കാർക്ക് ഇപ്പോൾ നിയമത്തോടുള്ളൊരു പേടി, കാരണം അവർക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സാക്ഷരത കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. കാരണം എല്ലാവർക്കും ഇപ്പൊ ഇന്നത് ചെയ്ത എന്താണ് ഇതെന്ന് സിനിമകളിലൂടെ ആയാലും അതുപോലെ തന്നെ കുറെ രീതിയിൽ അവർക്ക് വിവരം കിട്ടുന്നുണ്ട്, റീൽസുകളായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനൊന്നും ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊന്നും കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ എത്ര ഇപ്പം ഗ്രീഷ്മ അടക്കമുള്ള അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാനിപ്പോ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും. ഈ കുട്ടി പറയുന്നത് അതുപോലെ കൂട്ടത്തോടെ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്, ഇത് തെറ്റാണെന്നൊക്കെ അറിയാം. പക്ഷെ പറയില്ല ഇത്, കാരണം അവരുടെ കാര്യം നടക്കാൻ വേണ്ടി ഏത് രീതിയിൽ അവർ അങ്ങ് അറ്റം വരെ പോകും. നമ്മുടെ കഴിഞ്ഞ ദിവസം യൂസ്റ്റോ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ചീപ്രക്കാരെ സൂചിപ്പിച്ചതാണ്. എനിക്കത് അറിയില്ലായിരുന്നു. കാരണം ഒരു കിലോ താഴെയാണ് കഞ്ചാവ്, ഒരു താഴെയുള്ള കഞ്ചാവാണ് വിൽപ്പന നടത്തി പിടികൂടിയെങ്കിൽ പിഴയടച്ചാൽ മതി എന്നുള്ളത്. നമ്മൾ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ 1/2 കിലോ പിടിച്ചെന്ന് പറയുമ്പോൾ ഇവനെ പിടി ജയിലിടുന്നതാണ്. അങ്ങനെയൊന്നുമില്ല, പിഴയടച്ചാൽ മതി എന്നാണ്. 1 കിലോ താഴെയാണെങ്കിൽ അതൊരു 800-900 ഗ്രാം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഈ മുഖ്യമന്ത്രി ഇത്രയും പ്രകോപിതനാവുന്നതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. അതിന് അദ്ദേഹം സമചിത്തതോടെ മറുപടി പറയണം. ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ആളെല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പം അതിന് ഉത്തരം പറയുന്ന മുഖ്യമന്ത്രി അതിനേക്കാളും പ്രകോപിതമായിട്ടാണ് ഉത്തരം പറയുന്നത്. നമ്മുടെ സമൂഹം എങ്ങനെയാണോ ഓരോ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് അതിൻ്റെ വേറെ രൂപം തന്നെയാണ് മുഖ്യമന്ത്രി നടന്ന ദിവസം കാണിച്ചത്. രമേശ് ചെന്നിത്തല വളരെ സീനിയറായിട്ടുള്ള നേതാവ് തന്നെയാണ്. അദ്ദേഹം കാര്യം ഉന്നയിക്കുമ്പോൾ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അത്ര അൺപാർലമെൻ്ററി ഒന്നും അല്ല. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ പഴയ കാല സിനിമാക്കാരുടെ ഇൻ്റർവ്യൂ ശ്രദ്ധിക്കുമ്പോൾ അവരൊക്കെ മറ്റുള്ളവരെ കുറിച്ച് മിസ്റ്റർ ചേർത്തേ പറയാറുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഉമ്മറിൻ്റെ അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ പല ഡയറക്ടർ എം കൃഷ്ണൻ നായർ സാർ, അദ്ദേഹം കെ ജയകുമാർ സാറിൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ ഇൻ്റർവ്യൂ പഴയ അത് മരിച്ച ഇൻ്റർവ്യൂ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിലെല്ലാം അവരെല്ലാം മിസ്റ്റർ ചേർത്താണ് പറയുന്നത്, അല്ലാതെ ആരും പേര് പറഞ്ഞില്ല. മിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ വയലൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെ പ്രകോപിതരാകാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? കണക്കിന് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് എം വി രാഘവൻ CPM-ൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ വളരെ മോശമായ ഭാഷയിൽ കരുണാകരനെ പിന്നെ എം വി രാഘവനൊക്കെ ചെയ്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നിയമസഭയിലുണ്ടായിരുന്ന പിണറായി വിജയനൊക്കെ കണ്ടത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിസ്റ്റർ എന്നൊന്നും അല്ല വിളിച്ചിട്ടുള്ളത്, കടന്ന ഭാഷകളാണ് പലതും വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ച ഇവിടെ നമ്മൾ സത്യം പറയുക ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളിലേക്കും രാഷ്ട്രീയം മറന്നിറങ്ങുക. കാരണം നമ്മൾ അത്രയും ഗുരുതരമായ അവസ്ഥയിലാണ്. ഇപ്പൊ പ്രതിപക്ഷം അങ്ങനെ ചെയ്ത്, പ്രതിപക്ഷം തന്നെ പറയണ്ട, ഇതിനകത്ത് കൂട്ടായി നമുക്ക് തർക്കങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ആരെയും കേൾക്കണം. അവരെ ഇപ്പൊ മുഖ്യമന്ത്രി ഒന്ന് നേരിട്ട് കാണണമെങ്കിൽ തന്നെ അതിൽ പാർട്ടി അംഗത്വമെങ്കിലും മിനിമം വേണം അവരുടെ. അല്ലാതെ ഒരാൾക്കും പറ്റില്ല. കാരണം ഒരു കൂട്ടായ ഒരു ആലോചനയോടെ മാത്രമല്ലേ ഇത് നടക്കുകയുള്ളൂ. എല്ലാവരും ഇതിനകത്ത് ഇടപെട്ടാൽ മാത്രമേ ഈ ഒരു കാര്യത്തിന് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിന് മുഖ്യമന്ത്രി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. നമ്മളിപ്പോൾ തന്നെ അതിക്രമിച്ചു കഴിഞ്ഞു, സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇവര് ഇനി കൂട്ടായിട്ടെങ്കിലും ഇത് ചർച്ച നടത്തി കേരളത്തിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ഈ വാർത്തകൾ ഇതിനെക്കാട്ടി കഷ്ടമുള്ള വാർത്തകളായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അപ്പം ഇവരെല്ലാവരും കൂടെ തന്നെ ഇവർ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത്രയും ഗുരുതരമായ അവസ്ഥയായതുകൊണ്ടാണ് അവർ ഇക്കാര്യങ്ങൾ പറയുന്നത്. അപ്പം മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കൂട്ടായി പരിശ്രമിക്കുന്നതിന് പറയണം. ഒരു നമുക്കിപ്പോൾ വേണ്ടത് റിസൾട്ടാണ്. അല്ലാണ്ട് ഇനിയും നമ്മൾ ഈ ഘോരഘോരം പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഹാരളകിയിട്ടോ ഒന്നും കാര്യമില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം കൈവിട്ട് കഴിയും. കേരളം നമ്മളിപ്പോൾ നാഷണൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കേരളത്തിന്റെ പേരാണ്. കേരളം എന്ന രീതിയിൽ ഇപ്പോൾ ക്രൈം റേറ്റ് ഒരു സമയം വരെ സാക്ഷരത പേരിലാണെങ്കിൽ പോലും ഇപ്പൊ വരുന്ന ക്രൈം റേറ്റുകളുടെ പേരിൽ എല്ലാ ദിവസവും ഞാൻ NDTV ഒരു സൈറ്റ് നോക്കുമ്പോൾ അതിൽ നേരത്തെ കൊടുത്തേക്കുന്ന കേരളത്തിൽ നടന്ന ഈ വെടിവെച്ച് കൊന്നതും വെട്ടിക്കൊന്നതും ഒക്കെ വാർത്ത കൊടുത്തിരിക്കുക. കേരളത്തിന് വേണ്ടി മാത്രം റിപ്പോർട്ടറുകളെ ഇപ്പൊ നിയമിക്കുകയാണ് എക്സ്ട്രാ ആയിട്ട്. ഇവിടെ ആളില്ലാത്ത ആ രീതിയിൽ. കാരണം ഇവിടെ നിന്ന് ഒരു വാർത്ത കിട്ടുന്ന അവർക്ക് ഉറപ്പാണ്. കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളം പ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നമ്മൾ അത് മാറ്റിയെടുത്തു നമ്മൾ അഭിമാനിച്ചിരുന്നു. അദ്ദേഹത്തെ വന്ന സമയത്ത് അത് പ്രാന്താലയം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഇത് പ്രാന്താലയമായിട്ട് കൊലക്കളായി മാറിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ്. പ്രാന്താലയം അല്ല ഇത്, മനുഷ്യ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പലപ്പോഴും പറയുന്നത് അത് ഉത്തരേന്ത്യയിൽ ഇതൊക്കെ സംഭവിക്കാം. ഉത്തരേന്ത്യ ഇത്രയും പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ.
സംഭവിക്കുന്ന മുഴുവൻ ഈ കേരളത്തിലാണ്. നമ്മൾ അയൽ സംസ്ഥാന തമിഴ്നാട്ടിലാണെങ്കിലും അവിടെ ആന്ധ്രയിലാണെങ്കിലും അവിടെ നിന്ന് ഇത്രയും വേറെ സംഭവങ്ങളൊന്നുമില്ല. അവിടെ ചിലപ്പം ദുരഭിമാന കൊല പോലുള്ള സംഭവങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതുപോലെ ഒന്നോ രണ്ടാമത്തെ അടുത്ത് ചാടി വീണ് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയ വേറൊരു കാര്യം, ഇവിടെ ഇപ്പം നമ്മളെ ഈ എന്താ പറയുക തലമൂത്ത ഗുണ്ടകളൊന്നും അല്ല, വീട്ടിലെ സാധാരണക്കാരാണ്. ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ വർഷം തുടങ്ങുമ്പോൾ കേട്ടത് നെയ്യാറ്റിൻകരയിലൊരു സംഭവം തന്നെ, 23-24 വയസ്സുള്ള പയ്യൻ സ്വന്തം അച്ഛനെ വെട്ടിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ പയ്യന്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഇപ്പൊ കൊന്ന അഫ്വാനെ നോക്കുമ്പോൾ ലഹരി ഉപയോഗം ഒന്നുമില്ല. 21 അതെ, അങ്ങനെ ഓരോ ആൾക്കാരുടെയും നോക്കുമ്പോഴത്തേക്കും ഇതൊന്നും അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവര് ക്ലിയർ ആണ് അവര്. അപ്പൊ അതാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുകാർ ഇപ്പൊ നാളെ നമ്മുടെ വീട്ടിൽ സംഭവിക്കുമെന്ന് ചിന്തിച്ചാലും അതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരിക്കലും ചെയ്യില്ല എന്ന്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടികുത്തിയ ക്രിമിനലുകൾ പോലും കേൾക്കാൻ ഭയക്കുന്ന കാര്യങ്ങളാണ് ഇവര് ചെയ്യുന്നത്. 5 പേരെ ചുറ്റി കൊണ്ട് അടിച്ചു കൊല്ലുക, സ്വന്തം അച്ഛനെ വെട്ടിക്കൊല്ലുക, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ കാമുവിനെ ഇലക്ട്രിക് കമ്പി ഉപയോഗിച്ച് കൊല്ലുക. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയും നിഷ്ഠൂരമായിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്ര പേർ നോക്ക്, കേരളത്തിന് ഇത്രയും വലിയ ക്രൈം റേറ്റ് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായി കാണില്ല കഴിഞ്ഞ 2-3 വർഷം, ഒരു 1.5 വർഷം കൊണ്ട്. അപ്പോൾ ഇത് തടയാൻ എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ ഈ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന പിന്നെ ഒരുപാട് DGPമാരുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന DGP ഇതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. അദ്ദേഹം കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് കർശന നിർദ്ദേശം കൊടുക്കണം. രാഷ്ട്രീയക്കാർ ആവശ്യമില്ലാതെ അവിടെ വന്നാൽ അതിൽ തല വയ്ക്കരുത് എന്ന് പറയണം. പലരും ചെയ്യുന്നത് ഇപ്പം മറ്റേ എക്സൈസുകാർ കുടുങ്ങിയല്ലേ, പ്രതിഭ MLA-യുടെ മകൻ്റെ കേസിൽ ഇപ്പോൾ എക്സൈസുകാർ കുടുങ്ങി. അപ്പം പല പോലീസുകാരും എനിക്ക് തോന്നുന്നത് അവർ വിചാരിക്കും ഞാൻ വെറുതെ പോയി പണി വാങ്ങിക്കണം എന്ന് വിചാരിച്ച് അവർ മാറിയിരിക്കും. പല പോലീസുകാരുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഒരു പോലീസ് മന്ത്രിമാർക്ക് എസ്കോർട്ട് പോകാൻ അല്ലെങ്കിൽ കുഴിമന്തി വാങ്ങാൻ പോകുക, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള. കാരണം ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ ക്രമസമാധാന നില എത്രത്തോളം തകർന്നു. ഇപ്പം നമുക്ക് എത്ര പോലീസുകാരെ ഇപ്പം നമ്മുടെ റോഡുകളിൽ കാണാൻ പറ്റുന്നത്. അവരെല്ലാവരും, ഞാൻ നിയമസഭാ മന്ദിരത്തിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് വന്നത്, അവിടെ കാണുന്നുണ്ട് ഫ്രണ്ട് ഗേറ്റിൽ തന്നെ എങ്ങനെ പോയാലും ഒരു 10-40 പോലീസുകാരുണ്ട്. എന്തിന് ഇത്രയും പേര് അവിടെ നിർത്തി? കാരണം അവർ കാരണം ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇത്രയും പോലീസുകാർ ഒരു ഫ്രണ്ട് ഗേറ്റിൽ ഇത്രയും അടുപ്പിച്ച് മറ്റേ പൊങ്കാലട നിർത്തിക്കുന്ന പോലെ അടുപ്പിച്ചടുപ്പിച്ച് ഇട്ടൊക്കെയാണ്. നമ്മൾ വേണ്ടത് ഈ പോലീസുകാരെ വേണ്ടത് വിന്യസിക്കുക അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ. ഇപ്പൊ എത്ര സ്കൂളുകളുടെ ഫ്രണ്ടിലൊക്കെയാണ് ഇവരൊക്കെ വേണ്ടത്. ഒരു സ്കൂളിന്റെ ഇത്രയും കുട്ടികൾ പോകുന്ന സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു പോലീസുകാരൻ പോലും ഇല്ല. അവരെയൊക്കെയാണ് വേണ്ടത്. കാരണം കുട്ടികളൊക്കെ ചിലപ്പോൾ ഏത് രീതിയിലേക്ക് പെട്ടെന്ന് ചിലപ്പം സ്കൂളിൽ നിന്ന് അപകടങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതുപോലെ തന്നെ സ്കൂളുകളിലാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേന്ദ്രീകരിക്കേണ്ടത്. അല്ല, നമ്മുടെ ഇത്രയും സ്ത്രീകൾ തിരുവനന്തപുരം സെക്രട്ടറിയുടെ മുന്നിൽ സമരം ചെയ്തിട്ട് ഇവർക്ക് അത് തിരിഞ്ഞുനോക്കാൻ പോലുള്ള സന്മനസ്സ കാണിച്ചത്. അവർ ചെയ്യേണ്ട, അവർ മന്ത്രി ഒന്ന് ചോദിക്കണം, നിങ്ങൾ എന്താണ് പ്രശ്നം, ഞാൻ പരിഹരിക്കാം എന്ന് പറയാനുള്ള ഒരു ആർജവം പോലും അവരാരും കാണിക്കുന്നില്ല. മാത്രമല്ല, ഈ പാവപ്പെട്ട സ്ത്രീകൾ കഴിഞ്ഞ ദിവസം നമുക്ക് തിരുവനന്തപുരത്ത് പെരുമഴയായിരുന്നു. പുലർച്ചെ 3 മണിക്ക് വന്ന് വിളിച്ചാൽ നിങ്ങൾ ടാർപ്പാൾ നീക്കം ചെയ്ത്. അപ്പോൾ ഇവർ മുഴുവൻ നനഞ്ഞു വിളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യമാണ്, നമ്മുടെ നാട്ടിൽ പ്രതിഷേധിക്കാനൊക്കെയുള്ള അവകാശമൊക്കെ ഉണ്ട്. അവരവിടെ പന്തലൊന്നും കെട്ടിയിട്ടില്ല. അവർ ടാർപ്പാളി, മനുഷ്യനാണ്, മഴ നനയാൻ പ്രായമുള്ള സ്ത്രീകളാണ് കൂടുതലുള്ളത്. ടാർപ്പാളയും വലിച്ച് കെട്ടിയാൽ അതിനെ പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ കാണിക്കുന്ന ഉത്സാഹം, ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്ത് വിടാൻ കാണിച്ച ഉത്സാഹം എന്തുകൊണ്ട് നമ്മളുടെ കുറ്റവാളികളെ നേരിടുന്നതിൽ അവർ കാണിക്കുന്നില്ല? മയക്കുമരുന്ന് പിടിക്കാൻ ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ കുറ്റവാളികളെ പിടികൂടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ പ്രതിഭയുടെ മകനെ കണ്ടതാണ്, അതൊരു ഉദാഹരണമായിട്ട് എടുക്കാം. അതുപോലെ എത്രയോ പേരായിരിക്കും ഇങ്ങനത്തെ കേസുകളിൽ സുഖമായിട്ട് ഇറങ്ങി. നമ്മൾ ഇത്രയും വലിയ സെൻസേഷണൽ വാർത്തയായിട്ട് പോലും വലിച്ച ആൾക്കൊരു കുറ്റമില്ല, അയാള് ഇപ്പൊ ക്ലീൻ ചിട്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വാർത്തയാവാത്ത എത്ര പേരായിരിക്കും ഈ രക്ഷപ്പെട്ട് വരുന്നവരാണ് നാളെ ക്രിമിനലുകളായിട്ട് മാറുന്നത്, നാളത്തെ മറ്റേ ഏറ്റവും വലിയ ഗുണ്ടകളായി മാറുന്നത്. അപ്പൊ ആ രീതിക്ക് ഇവർ സർട്ടിഫിക്കറ്റ് നൽകി വിടുകയാണ് ഓരോ പിള്ളേരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇന്ന് ലഹരി സുലഭമാണ്. ഞാൻ പറയാം, ഉള്ള കാര്യമാണ്. സ്കൂളുകളിൽ ലഹരി പദാർത്ഥങ്ങൾ സുലഭമാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് അടക്കം ഇപ്പം എത്തിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഇതിനെ ഒന്നും ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത അധ്യാപകർക്ക് പോലും ഇവിടെ കൈമലർത്തി. ഒരു കൊച്ചുകുട്ടിയെ തല്ലിക്കൊന്ന സഹപാഠികളല്ലേ, എന്തോ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. അവർ നല്ല ധൈര്യം നിൽക്കണം, ഒരു കുഴപ്പമില്ല, നമ്മളെല്ലാം ഓക്കെയാണ്. ഒരാളെ കൊല്ലുമെന്ന് അവർ പയ്യൻ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ അവർക്കുള്ള ധൈര്യം കിട്ടുന്ന എവിടെ നിന്നാണ്? ഇവിടെ ഈ സമൂഹത്തിലാണ്, നമുക്കൊന്നും പേടിക്കാണ്ടല്ലോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ സേഫാണ് എന്നുള്ള ചിന്ത തന്നെയാണ്. അതായത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചതിന് മിസ്റ്റർ എന്ന് വിളിച്ചത്, അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വിളിക്കാം കേട്ടോ. അവിടുത്തെ ആർക്കും, അവിടുത്തെ സാധാരണക്കാരൻ ജനത്തിൽ മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വിളിക്കാം അമേരിക്കൻ പ്രസിഡന്റിനെ പോലും. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ വോട്ട് കൊടുത്ത് വിട്ട ആളിനെ മിസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം ആകെ വയലന്റ്. ഈ ചീപ്പ് ഈഗോ എന്ന് വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിൽ ഇറങ്ങി തിരിച്ചിട്ട് കാര്യം, കാരണം ഇനിയും നമ്മളെ കേരളം നേരത്തെ പറയുന്നത് അതിരൂക്ഷമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയത്. അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കാര്യം മനസ്സിലാക്കി പഠിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വീണ്ടും കേരളം ഇങ്ങനെ കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്വന്തം ആ ഒരു ഈഗോ ഒക്കെ മാറ്റി നിർത്തി ഇറങ്ങി തിരിച്ചാലേ പറ്റുള്ളൂ. വാക്പ്രയോഗത്തിന്റെ ശുദ്ധിയും അല്ലെങ്കിൽ മിസ്റ്ററാണോ അങ്ങനെ അല്ലാത്തതാണോ സാറേന്ന് വിളിക്കുന്നതാണോ ഉള്ളതല്ല വിഷയം. ഇവിടെ വിഷയം
കേരളം വല്ലാത്തൊരു ഭീകരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആർക്കും യാതൊരു സുരക്ഷിതത്വമില്ലാത്ത ഒരു വല്ലാത്ത ഒരു ഭീകരകാലം. ഇതിന് പരിഹാരം കണ്ടുപിടിക്കുന്നതിന് പകരം വെറുതെ ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അടിയന്തരമായി ഇതിനെന്തെങ്കിലും ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഏതായാലും പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അവർ നന്നായി പെർഫോം ചെയ്തു, അവർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇനി എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഇത് നേരിട്ടില്ലെങ്കിൽ കേരളം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അവസ്ഥയിലേക്ക് വീണ്ടും ഒന്നുകൂടെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.